ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നോക്കിയാലോ. 2 ഓഫ് പെറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, ശരി. ലവേഴ്സ്, ഓക്കെ. ഡെവിൾ, ഓക്കെ. ഹെയറോഫന്റ്, വീൽ, കിങ് ഓഫ് കപ്സ്, അവിടെയാണ് പ്രശ്നം. 10 ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻസ്, ശരി. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളടുത്ത ഫീലിങ്സ് എന്ന് പറയാൻ അവർക്ക് അതിയായ സ്നേഹം തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് സ്നേഹമാണ്. ലവേഴ്സിനേക്കാൾ ഒരുപടി മേലെ ഒരു അതിതീവ്രമായ സ്നേഹമാണെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർക്ക് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഫിസിക്കൽ അട്രാക്ഷനും അവർക്ക് തോന്നുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സ്നേഹമുള്ള അവിടെ ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. അതുപോലെ നിങ്ങൾ പ്രതി വല്ലാത്തൊരു മാഗ്നറ്റിക് പുൾ അവർ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളെ വിട്ടു പോകാൻ പല പ്രാവശ്യം അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്കതിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പക്ഷേ അവർ അറ്റ് പ്രസൻറ്റ് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് കാണുന്നു. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരുപക്ഷെ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അഥവാ നിങ്ങളോ പേഴ്സണോ മാരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഇൻ്റർഫിയറൻസ്, പാരൻസിൻ്റെ ഇൻ്റർഫിയറൻസ് ഏത് സൈഡിൽ നിന്ന് ഉണ്ടാവാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് കേട്ടോ. മാരീഡ് ആണെങ്കിൽ സ്പൗസ്, കുട്ടികൾ, അങ്ങനെ. മാരീഡ് അല്ലെങ്കിൽ പാരൻസിൻ്റെ പ്രഷർ അങ്ങനെ കാണുന്നു, എതിർപ്പ് കാണുന്നു. കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ എന്തൊക്കെയോ ഡിഫറൻസസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ 4 പേർ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം കേട്ടോ, നിങ്ങളും ആയിരിക്കാം. അതായത് 4 പേര് ഇവരുടെ അടുത്ത് ഉപദേശം ചോദിച്ച് വരാറുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ ഒക്കൽട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. അതായത് ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ റീഡിങ്, അങ്ങനെ എന്തെങ്കിലും. മെയിനായിട്ട് എനിക്ക് പ്രീസ്റ്റ്ഹുഡ് നയിക്കുന്ന ഒരാളായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. പ്രഭാഷണങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെ ഇവരെ 4 പേർക്ക് അറിയാം. അപ്പോൾ ആ സൊസൈറ്റൽ പ്രഷർ അവിടെ അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. സൊസൈറ്റി നോംസ് പ്രകാരം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്ര അക്സെപ്റ്റബിൾ അല്ല എന്നൊരു ഫീലിംഗ് അവർക്കുള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിയായ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് കൈയും കെട്ടിയിരിക്കേണ്ടുന്ന ഒരവസ്ഥയിൽ അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സമയം മാറി വരട്ടെ, ഡിവൈൻ ടൈമിങ്ങിലെല്ലാം ശരിയാവും എന്നവർ വിശ്വസിക്കുന്നതായിട്ടും കാണുന്നു. എന്തൊക്കെ തന്നെയായാലും നിങ്ങളുമായിട്ട് ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, ആഗ്രഹം അതിതീവ്രമായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ പകച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്.